എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നലെ ഞാൻ കട്ടിങ് വീഡിയോ ആണ് ഇട്ടുണ്ടായിരുന്നത്. ഇന്ന് ആ ടീഷർട്ടിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ രണ്ടും കൂടി ഒരുമിച്ചാക്കുന്നത് വീഡിയോയ്ക്ക് ലെങ്ത്ത് കൂടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഒരു 1.5 to 2 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പറ്റിയ ടീഷർട്ടാണ്. സ്ലീവ്ലെസ് ആയിട്ടുള്ളൊരു ടീഷർട്ടാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് നോക്കാം. ആദ്യം തന്നെ ഞാൻ ക്രോസ് പീസാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യുന്നത്. ഞാൻ 2 ക്രോസ് പീസ് വൈറ്റ് കോട്ടൺ കളറിലുള്ള 2 ക്രോസ് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ക്രോസായിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ക്രോസ് പീസ് ജോയിൻറ്റ് ചെയ്യണത് അറിയണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് മെസ്സേജ് അയയ്ക്കുക. അപ്പോൾ ഞാനിതൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ സെപ്പറേറ്റ് ആയിട്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ജസ്റ്റ് കാണാനുണ്ടല്ലോ, അതായത് ഇങ്ങനെ ക്രോസാക്കി പിടിച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അപ്പോൾ ഒരൊറ്റ പീസായിട്ട് നമുക്കിത് ജോയിൻറ്റ് ചെയ്ത് കിട്ടും. അതിന് ശേഷം ഞാനിത് നടുമടക്കിയിട്ട് നടുമടക്കിയിട്ട് അതിൻ്റെ ഒരു 4 ഇഞ്ച് ഗ്യാപ്പ് വിട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. അതിന് ശേഷം നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഡ്രസ്സിൻ്റെ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാണ്. അതിന് മുമ്പ് ഞാൻ ജസ്റ്റ് ക്രോസ് പീസ് നിങ്ങൾക്കൊന്ന് സ്റ്റിച്ച് ചെയ്യണത് കാണിച്ചു തന്നു മാത്രം കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം കെട്ടിട്ടിട്ട് വേണം കേട്ടോ നമ്മുടെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. അതുപോലെ 2 തവണ നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ വിട്ടുപോരും കേട്ടോ. അതിനായിട്ടാണ് നമ്മൾ 2 പ്രാവശ്യം ചെയ്യുന്നത്. അതും കെട്ടിടാൻ മറക്കും ചെയ്യരുത് കേട്ടോ. തുടക്കത്തിലും അവസാനത്തിലും നമ്മൾ അത് കെട്ടിടുക തന്നെ വേണം കേട്ടോ. അതിന് ശേഷം നമ്മളിങ്ങനെ സൈഡിലൊക്കെ ഇങ്ങനെ നൂലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്ത് കളയാം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവസാനത്തിനാവുമ്പോൾ അത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതിന് ശേഷം നമ്മൾ മറ്റു വശത്തെയും ഷോൾഡർ ജോയിൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഷോൾഡർ ജോയിൻറ്റ് ചെയ്യുമ്പോൾ പ്രത്യേകം മറക്കരുത്, കെട്ടിട്ടിട്ട് വേണം ജോയിൻറ്റ് ചെയ്യാനായിട്ട്. ഇനി അടുത്തത് നമ്മൾ നെക്കാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെ പെട്ടെന്ന് കഴിയാവുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു ടീഷർട്ടിൻ്റെ സ്റ്റിച്ചിങ്. നമ്മൾ വീഡിയോയിലായ കാരണം കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാരണം കൂടി ആയിക്കൊണ്ട് പെട്ടെന്ന് ഇത് കഴിയാത്തത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ക്രോസ് പീസ് നമ്മൾ ചീത്ത വശത്താണ് നമ്മൾ വയ്ക്കുന്നത്. എന്നിട്ട് നല്ല വശത്തേക്ക് നമ്മൾ മറിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ മടക്കി വെച്ച് നമ്മൾ ക്രോസ് പീസ് സ്റ്റിച്ച് ചെയ്തുമല്ലോ, അത് കാരണം കൊണ്ട് നമുക്കിത് എളുപ്പത്തിൽ ചെയ്യാം. അല്ലെങ്കിൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് നേരെ വെച്ചിട്ട് തന്നെ ചെയ്യുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഒരു ഷോൾഡറിൻ്റെ അവിടെ തൊട്ട് നമ്മൾ തുടങ്ങുകയാണ് കേട്ടോ. അതിന് മുമ്പ് ഒരു കാര്യമുണ്ട്. ആ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് നിങ്ങൾ കണ്ടുമല്ലോ, അത് ശരിക്കും ബാക്ക് വശത്തേക്ക് വെച്ചിട്ട് വേണം കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യാനായിട്ട്. നമ്മുടെ ഫ്രണ്ട് വശത്തേക്കല്ല. അതായത് തയ്യൽ തുമ്പിൻ്റെ കാര്യം പറഞ്ഞാൽ മനസ്സിലായില്ലേ, അത് ബാക്ക് വശത്തേക്ക് വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. എന്നിട്ട് നമ്മളിതേ ഒരു 4 ഇഞ്ചിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് കേട്ടോ. അതിന് ശേഷം നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ട് മുകളിലേക്ക് വരെ നമ്മളിതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വന്ന് കെട്ടിടുക. അതിന് ശേഷം വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. അതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ 4 ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് നല്ല വശത്തേക്ക് മറിച്ചെടുക്കുമ്പോൾ നല്ല സുഖമായിട്ട് കിട്ടും. അല്ലെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നല്ല രീതിയിൽ വളഞ്ഞ് കിട്ടില്ല. അതിന് ശേഷം ഞാനിതേ ഇങ്ങനെ മറിച്ചെടുത്തിട്ട് അതിൻ്റെ അരികത്ത് കൂടി തന്നെയാണ് ഇനി അടുത്ത് സ്റ്റിച്ച് ചെയ്യാൻ പോണത് കേട്ടോ. ഇത് വെച്ച് കഴിഞ്ഞാൽ ഒരു പൈപ്പിംഗ് രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യണത്. നല്ല വശത്തേക്ക് മറിച്ചിട്ടിട്ട് ആണ് സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ. നിങ്ങൾക്കിത് ക്ലിയറായിട്ട് കാണാനുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചോദിക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ സൈഡിൽ കൂടെ നമ്മൾ അടിച്ചെടുക്കുക, മൊത്തം ചുറ്റി അടിച്ചെടുക്കണം. അവസാനം ലാസ്റ്റ് നമ്മൾ എവിടെയാണ് തുടങ്ങിയത് അവിടെ എത്തി കഴിഞ്ഞാൽ നമ്മൾ ഡബിൾ സ്റ്റിച്ച് ചെയ്തിട്ട് അവസാനിപ്പിക്കണം. അപ്പോൾ കണ്ടോ, നമ്മൾ വലിച്ച് പിടിച്ച് അടിച്ച് കഴിഞ്ഞാണ്ടല്ലോ ഇതൊക്കെ ഇങ്ങനെ പിരിഞ്ഞ് നിൽക്കും. പിന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ തുടക്കത്തിൽ തന്നെ ക്രോസ് പീസ് നമ്മൾ എന്നിട്ട് നീളത്തിന് മടക്കിയിട്ട്, അത് കാരണമാണ് ഇത്രയും വൃത്തിയിൽ നമുക്ക് കിട്ടണത് കേട്ടോ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിരിഞ്ഞ് പോവും. പിന്നെ നമ്മൾ കട്ട് ചെയ്യാനൊക്കെ ഉണ്ടാവും, അതായത് ബാക്കിയുള്ള തുണിക്ക് കട്ട് ചെയ്യേണ്ടി വരും കേട്ടോ. അതിന് ശേഷം ഇനി ഞാൻ ഒരു യെല്ലോ ക്രോസ് പീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൈക്കുഴിയുടെ അവിടെ ഇതേപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് നല്ല വശത്തേക്ക് മറിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോഴാണ് ഒരു ഭംഗി കാണാനായിട്ട് കേട്ടോ. അല്ലാതെ തുണി മാത്രമായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഷിമ്മിക്കൊക്കെ ചെയ്യില്ലേ, പെറ്റിക്കോട്ടൊക്കെ തയ്ക്കാനായിട്ട്, അതുപോലെ ചെയ്യണേക്കാളും വൃത്തി ടീഷർട്ടിന് ഇങ്ങനെ ചെയ്യണതായിരിക്കും കേട്ടോ. അപ്പോൾ പെറ്റിക്കോട്ടൊക്കെ അടിക്കുന്ന വീഡിയോസ് ഞാൻ ഇടാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ ഇതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഒരു 4 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇത് ക്രോസ് പീസ് തന്നെയാണ് കേട്ടോ ഇതും എടുക്കേണ്ടത്. എന്നിട്ട് ജോയിൻറ്റ് ചെയ്യുക. എന്നിട്ട് ഞാൻ നേരത്തെ അടിച്ചില്ലേ, മടക്കി അടിച്ച പോലെ തന്നെ അടിക്കുക. ഇതേപോലെ കട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് നമ്മളിത് നല്ല വശത്തേക്ക് നമ്മൾ
മടക്കി നമ്മൾ നെക്ക് അടിച്ച പോലെ തന്നെ അടിക്കുക കേട്ടോ. അതൊക്കെ വളരെ സിമ്പിളായിട്ടുള്ളതാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും. പിന്നെ വലിച്ച് പിടിച്ച് അടിക്കരുത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് പിരിഞ്ഞു പോകും. നമ്മൾ വളരെ റിലാക്സ് ആയിട്ട് അടിച്ചാൽ മതി കേട്ടോ. പിന്നെ എന്ത് സ്റ്റിച്ചിങ് ആദ്യം തുടങ്ങുമ്പോഴും ജസ്റ്റ് ഒന്ന് കെട്ടിടണം കേട്ടോ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ പിന്നി ഇങ്ങനെ പോരും. അതിന് ശേഷം എൻ്റെ സൈഡിൽ കൂടെ നല്ല ഭംഗിയിൽ അടിക്കുക കേട്ടോ. മാത്രമല്ല നമ്മുടെ സെയിം നൂല് തന്നെ എടുക്കുകയാണെങ്കിൽ അതിന് കുറച്ചും കൂടി വൃത്തി ഉണ്ടാവും കേട്ടോ. അപ്പോൾ കണ്ടോ, ഈ ഒരു വശത്ത് നമ്മുടെ കൈക്കുഴിയുടെ വശം നമ്മൾ അടിച്ചു, അതേപോലെ തന്നെ മറുവശവും അടിച്ച് തീർക്കുക കേട്ടോ. അപ്പോൾ വളരെ എളുപ്പമാണ്. നമ്മളപ്പോൾ സെയിം നെക്കിൻ്റെ അവിടെ സെയിം മഞ്ഞ കളർ തന്നെ ആവുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല കേട്ടോ. അത് കാരണമാണ് ഞാൻ ഒരു വൈറ്റ് കളർ, നിങ്ങൾ ഏതാണ് തുണി എടുക്കുന്നത് അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ആയിട്ടുള്ള വേറെ തുണി വെച്ച് നെക്കും സ്ലീവും നിങ്ങളുടെ അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ. കൈക്കുഴിയുടെ അവിടെ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ ക്രോസ് പീസ്, അതും നിങ്ങൾക്ക് വൈറ്റ് വെച്ച് ചെയ്യുകയാണെങ്കിൽ അതും നല്ലതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡാണ് അടിക്കേണ്ടത് കേട്ടോ. അപ്പോൾ നമ്മൾ ഒരു 1.25 ഇഞ്ച് ഗ്യാപ്പിലാണല്ലോ നമ്മൾ സീം എലമെൻറ്റ്സ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ 1.25 കൊടുത്തിരിക്കുന്നത്. പക്ഷെ എന്നാലും ഞാൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ 1 ഇഞ്ച് വെച്ചിട്ടാണ് കേട്ടോ ഞാൻ അടയാളപ്പെടുത്തുന്നത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കോട്ടൻ്റെ തുണിയാണ്, അത് കാരണം കൊണ്ട് ചുരുങ്ങാനുള്ള സാധ്യതയുണ്ട്. അത് കാരണമാണ് ഞാൻ 1 ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ ചെയ്യണത് കേട്ടോ. കുറച്ച് ലൂസായാലും ഒന്ന് അവർക്ക് ഇട്ടിട്ടൊന്ന് എന്താ പറയുക, ഒന്ന് ചുരുങ്ങി വരും കേട്ടോ, പ്രത്യേകിച്ച് കോട്ടൺ ആയ കാരണം കൊണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിങ്ങനെ ആദ്യമൊക്കെ ആയിട്ട് സ്റ്റിച്ച് ചെയ്യണവരാകുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ വരച്ചിട്ടൊക്കെ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ ജസ്റ്റ് നമ്മൾ ഒരു വസ്തു മാത്രം നമ്മൾ അടയാളപ്പെടുത്തിയാൽ മതി, എന്നിട്ട് നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. പിന്നെ നമ്മളിതിങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന ടൈമിൽ കണ്ടോ, 2 വശവും കൈക്കുഴിയുടെ ആ 2 ഇതും ഒരു ഒപ്പം തന്നെ ആവണം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ സ്റ്റാർട്ടിങ്ങിൽ കെട്ടിടാൻ മറക്കരുത്, കെട്ടിട്ട് തന്നെ അടിക്കണം കേട്ടോ. പിന്നെ നമ്മൾ സൈഡ് അടിക്കുന്ന ടൈമിൽ 2 പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യണം. ഒറ്റ തവണ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാണ്ടല്ലോ പെട്ടെന്ന് ചിലപ്പോൾ സ്റ്റിച്ചിങ് വിട്ടേക്കാം. അത് കാരണമാണ് നമ്മൾ പുറമേക്ക് കൊടുക്കുമ്പോഴൊക്കെ 2 പ്രാവശ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്യണം കേട്ടോ. കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോൾ ഒറ്റ സ്റ്റിച്ചിങ് ഉണ്ടാവുള്ളൂ. പക്ഷേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെയും ഇത് ഒന്നും കൂടി വന്നിട്ട് അടിക്കണമല്ലോ. അപ്പോൾ 2 പ്രാവശ്യം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്, 2 വശം ഞാൻ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ ഉണ്ടല്ലോ ഈ സൈഡിലത്തെ അതൊക്കെ ഇങ്ങനെ കുത്തി തുറക്കണ പോലെ തോന്നും നൂലുകളുടെയൊക്കെ. അപ്പോൾ അത് ഇല്ലാണ്ടാക്കാൻ ചിലർ ഇൻ്റർലോക്കൊക്കെ ചെയ്യും. പക്ഷേ അതിനേക്കാളും നല്ലത് ഞാൻ വേറൊരു രീതി പറയാം. ഇത് കണ്ടോ, ഈ ഒരു രീതി ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ നല്ല എന്താ പറയുക സ്മൂത്തായിട്ട് ഇങ്ങനെ ഇരിക്കും. ഒന്നും കുത്തിത്തറയ്ക്കാനോ ഒന്നും ഇരിക്കില്ല കേട്ടോ. നിങ്ങൾ കണ്ടോലോ ഞാനത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. വളരെ എളുപ്പമാണ്. നമുക്ക് കുട്ടികളുടെ ഈ ഡ്രസ്സിൽ നിന്ന് മാത്രമല്ല, നമ്മൾ ചുരിദാറിനായിട്ട് നമുക്കങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ഓവർലോക്കോ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നല്ല വൃത്തിക്ക് നല്ല ഭംഗിയിൽ ഇരിക്കും കേട്ടോ. കണ്ടില്ലേ നിങ്ങളിത്. അപ്പോൾ കുട്ടികളുടെ മെയിനായിട്ടുള്ള പ്രശ്നമാണ് ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കുത്തണു ഇവിടെ കുത്തണു എന്നൊക്കെ പറയണത്. അപ്പോൾ ഇതിങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നല്ല വൃത്തിയിൽ കിട്ടും. ഇങ്ങനെ മടക്കി വെച്ചാൽ തന്നെ നമുക്ക് ഇനിയിപ്പോൾ ഇത് കുറച്ചുകൂടി ലൂസാക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അത് അഴിച്ചെടുത്തിട്ട് നമുക്ക് സീം എലമെൻറ്റ്സ് കൂട്ടിയിട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനി അടുത്തത് നമുക്ക് അടിവശമാണ് നമുക്ക് ചെയ്യേണ്ടത്. അടിവശം ഇതേപോലെ മടക്കിയെടുക്കണം. എൻ്റെ അവിടെ കരവശമായ കാരണം കൊണ്ട് തന്നെ ഞാനൊരു 1/4 ഇഞ്ച് മാത്രമേ ഞാൻ എടുക്കണുള്ളൂ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/4 ഇഞ്ച് മടക്കി ഒരു മൊത്തം 1 ഇഞ്ച് വേണമെങ്കിൽ മടക്കി എടുക്കാവുന്നതാണ് കേട്ടോ. ഞാനപ്പോൾ അതിൻ്റെ ഭംഗി പോകണ്ടെന്ന് വെച്ചിട്ടാണ് ഒരു 1/4 ഇഞ്ച് ഗ്യാപ്പിൽ ഞാൻ അടിക്കുന്നത്. പ്രത്യേകിച്ചും തേരുവശം കൂടി ആയ കാരണം കേട്ടോ. 2 പ്രാവശ്യം നമ്മൾ മടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതേ നമ്മുടെ സ്റ്റിച്ചിങ്ങൊക്കെ നമ്മുടെ കഴിഞ്ഞു കേട്ടോ. വളരെ എളുപ്പമാണ് കണ്ടോ, നല്ല രസത്തിൽ. പിന്നെ ഇങ്ങനെ ഒരു കരവശം വെള്ളയായ കാരണം കൊണ്ട് തന്നെ ഞാൻ അവിടെ വെള്ള നൂല് കൊണ്ടാണ് ഞാൻ സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. വീഡിയോയിൽ പറയണ കാരണമാണ് ഇത്രയും ലെങ്ത്തായിട്ട് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. വളരെ സിമ്പിളാണ് സ്റ്റിച്ചിങ്. നമുക്ക് ആ നെക്കിൻ്റെ അവിടെയുള്ള ആ പൈപ്പിങ് മാത്രമേ ഒരു കുറച്ചൊരു ഇതുള്ളൂ. അതും കണ്ടോ വളരെ എളുപ്പത്തിൽ ഞാൻ 2ാമത്തെ തുണിയിൽ കണ്ടോ സെയിം തുണി കൊണ്ട് തന്നെയാണ് ക്രോസ് പീസ് വെച്ചിരിക്കുന്നത്. അത് കാരണം നമുക്ക് പെട്ടെന്ന് കാണാനില്ല. മറ്റൊരു തുണിയിലായിപ്പോൾ വൈറ്റ് വെച്ചപ്പോൾ ഇതിന് പ്രത്യേക ഒരു കാണലൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ മതി, ഞാനപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ്. പോരായ്മകളൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ പറയുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഉണ്ട് കേട്ടോ.